സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടമ്പേരൂർ ആറ്റിൽ വളപ്പ് മത്സ്യകൃഷി പദ്ധതിക്ക് തുടക്കമായി. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതയും അതുവഴി വരുമാനം വർദ്ധിപ്പിക്കുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പൊതുജലാശയങ്ങൾ മത്സ്യകൃഷിക്കായി ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് കുട്ടമ്പേരൂർ ആറ്റിൽ വളപ്പ് മത്സ്യകൃഷി. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വളപ്പ് മത്സ്യകൃഷി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വരുമാനം ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് ഈ ഒരു പ്രൊജക്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഈ വർഷം ഇതിനു വേണ്ടി 5 കോടി രൂപയാണ് നമ്മൾ മാറ്റിവെച്ചത്. തുടക്കമാണ്, കേരളത്തിൽ ആദ്യമായി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്, അതിന് തുടക്കമാണ്. എന്നാൽ അടുത്ത വർഷം വലിയ തരത്തിൽ കേരളത്തിൽ ഇതിനുവേണ്ടി സമ്പത്ത് മുടക്കാനാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഞാനിത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഇതിന്റെ ആദ്യത്തെ ഉദ്ഘാടനം നിർവഹിച്ച കഴിഞ്ഞ മാസം. കുട്ടമ്പേരൂർ ആറ്റിൽ ഉളുന്തി പാലം മുതൽ തൂമ്പിനാൽ കടവ് വരെ 7 സൈറ്റുകളിലായി കരിമീൻ കുഞ്ഞുങ്ങളെയാണ് വളർത്തുന്നത്. ബുധനൂർ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിലെ എണ്ണക്കാട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം മണ്ണുമുക്കത്ത് കടവിൽ നടന്ന യോഗത്തിൽ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പുഷ്പലത മധു അധ്യക്ഷത വഹിച്ചു. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കർഷക കൂട്ടായ്മയായ സ്നേഹതീരം ഗ്രൂപ്പ് മന്ത്രി സജി ചെറിയാനെ ആദരിച്ചു. തുടർന്ന് ചെങ്ങന്നൂർ താലൂക്കിലെ മത്സ്യകൃഷി നടത്തിയ വിവിധ കർഷകർക്കുള്ള സബ്സിഡി വിതരണം മന്ത്രി നിർവഹിച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഫിറോസിയ, നസീമ ജലാൽ, ഫിഷറീസ് ഓഫീസർ ദീപു M, പ്രോജക്ട് കോർഡിനേറ്റർ സുഗന്ധി S, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KR മോഹനൻ, BK പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G രാമകൃഷ്ണൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെന്നി വില്യം, പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, മത്സ്യ കർഷകർ, തൊഴിലാളികൾ, ഫിഷറീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.